പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അങ്ങയുടെ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന അങ്ങേ മക്കളായി ഞങ്ങൾ കർത്താവെ ഈ ദിവസം ആരംഭിക്കുമ്പോൾ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും ഓരോരോ ജീവിതാവസ്ഥകളിലേക്ക് അങ്ങ് വിളിച്ചിരിക്കുകയാണെന്നും ആ ജീവിതാവസ്ഥയിൽ അങ്ങയുടെ വിളിക്ക് പ്രത്യുത്തരം നൽകി കർത്താവെ ജീവൻ നേടുന്നവരാകുവാൻ കർത്താവെ ഞങ്ങൾ അങ്ങയുടെ ശക്തിയിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ കർത്താവെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ അങ്ങയോടുള്ള ചേർന്നുള്ള ജീവിതം വലിയ ആഘോഷമാക്കി മാറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജനുവരി മാസത്തിന്റെ 16-ാം തീയതിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കർത്താവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 25-ാമത്തെ തിരുവചനമാണ്. നമ്മളവിടെ ഇപ്രകാരം വായിക്കുന്നു: സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും. ക്രിസ്തീയ ജീവിതം എന്നത് നഷ്ടപ്പെടുത്തുന്നതിലൂടെ കണ്ടെത്തുന്നതാണ്. പ്രിയമുള്ള ഈ ദിവസങ്ങളിലൊക്കെ ദൈവം നമ്മളെ വിളിച്ചതിനെ കുറിച്ചും ദൈവവിളിയെക്കുറിച്ചും ഓരോ ജീവിതാവസ്ഥകൾ ഓരോ വിളിയാണ്. അപ്പോൾ ആ ജീവിതത്തിന്റെ വിളിക്ക് പ്രത്യുത്തരം നൽകി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സുരക്ഷിതത്വവും സന്തോഷവും നമ്മൾ ദൈവത്തിന്റെ സ്വന്തമായിട്ട് മാറുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ തിരുവചനത്തിനെ ദൈവം അബ്രാഹത്തെ വിളിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. ദൈവം അബ്രാഹത്തോട് പറയുന്നുണ്ട്, നീ നിന്റെ നാട് ദേശം നീ വിടണം, നിന്റെ വീട്ടുകാരെ നീ ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ വരണം. അങ്ങനെ ദൈവത്തിന്റെ വാക്ക് കേട്ട് അബ്രാഹം പോയപ്പോൾ പോകുന്നിടത്തൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ട് അബ്രാഹം മാറുകയാണ്. ദൈവം അബ്രാഹത്തോട് കൂടെ നടക്കുകയാണ്. ദൈവം പറയാണ്, നീ അനുഗ്രഹിക്കുന്നവരെയൊക്കെ ഞാൻ അനുഗ്രഹിക്കും, അങ്ങനെ നീ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അങ്ങനെ നീ തന്നെ ഒരു അനുഗ്രഹമായിട്ട് മാറും. അനുഗ്രഹമായിട്ട് നമ്മുടെ ജീവിതം മാറുന്നത് ദൈവം നമുക്ക് ആ നൽകിയിരിക്കുന്ന വിളി, ആ വിളിക്ക് കാതോർത്തുകൊണ്ട് ദൈവത്തോട് ചേർന്ന് അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇന്ന് വചനത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ സ്വജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അത് കണ്ടെത്തുന്നു നിത്യതയിലേക്കായിട്ട്. ഈ ലോകത്തിൽ നമ്മൾ പലതും നേടാനായിട്ട് പരിശ്രമിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് തുടർന്ന് പറയുന്നുണ്ട് 26-ാം വാക്യം മത്തായിയുടെ സുവിശേഷം 16:26 പറയുന്നുണ്ട്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായിട്ട് എന്ത് കൊടുക്കും എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ഒരു ജീവിതാവസ്ഥയിൽ, കുടുംബജീവിതമായിക്കോട്ടെ, നമ്മളൊക്കെ കുടുംബജീവിതത്തിലുള്ളവരാ. പ്രിയമുള്ളവരെ, വിളിയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ പൗരോഹിത്യം, സന്യാസം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ കയറിയേക്കുന്നത്. പക്ഷെ അതല്ല, ഓരോ ജീവിതവും ഒരു വിളിയാണ്. കുടുംബജീവിതം കർത്താവിന്റെ അൽത്താരയ്ക്ക് മുൻപിൽ ഒരു ശരീരത്തോടെ, ഒരു ആത്മാവോടെ, സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടുകൂടി ജീവിച്ചോളാം. ദൈവത്തോട് ചേർന്ന് കുടുംബജീവിതത്തിൽ രണ്ട് വ്യക്തികളല്ല, അവിടെ കർത്താവും കൂടി ഒന്നിച്ചു പോകുന്ന ജീവിതമാണ് ഈ കുടുംബജീവിതം, വിവാഹ ജീവിതം എന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും സമർപ്പണം, പൗരോഹിത്യം എന്ന് പറയുന്നത് കർത്താവിൽ നടക്കുന്ന ഒരു ജീവിതം, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ജീവിതം, ദൈവത്തെ അനുധാവനം ചെയ്യുന്ന ഒരു ജീവിതമാണ്. എന്നാൽ നമ്മുടെ മറ്റ് ജീവിതാവസ്ഥകളും പ്രത്യേകിച്ചും കുടുംബജീവിതവും തമ്പുരാനില്ലാത്ത ജീവിതമല്ല, ദൈവത്തോട് ചേർന്നുള്ള ജീവിതം. കൂടുതൽ ദൈവത്തിന്റെ കൃപ അവിടെ ആവശ്യമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ കണ്ടെത്തുന്ന ജീവിതമായിട്ട് നമ്മുടെ ജീവിതം മാറണം. ഇന്ന് നമുക്ക് നൽകുന്ന ദൈവത്തിന്റെ വചനം നമുക്ക് കേൾക്കാം, വചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പ്രിയമുള്ളവരെ, എന്താണ് യഥാർത്ഥത്തിൽ എന്നെ ചൂഴ്ന്നു നിൽക്കുന്നത്? ദൈവത്തോട് ചേർന്ന് നടക്കാൻ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ എൻ്റെ ജീവിതത്തിൽ വിട്ടുകൊടുക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഈശോയുടെ സാന്നിധ്യം, ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ എന്നുള്ള കർത്താവിന്റെ ആ വചനങ്ങൾ, അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ജീവിക്കുക. ഈ പുതുവത്സരത്തെ അതായിരിക്കണം, കൃപ നിറഞ്ഞ ജീവിതം, ദൈവത്തോട് ചേർന്നുള്ള ജീവിതം. ക്രിസ്തീയ ജീവിതം അതാണ്. അല്ലെങ്കിൽ നമുക്ക് സങ്കടം, ദുഃഖമൊക്കെയാണ്. രോഗാവസ്ഥ വരുമ്പോഴൊക്കെ നമ്മൾ തമ്പുരാനോട് ചേർന്ന് യേശു നാമത്തിന് മഹത്വം, യേശു നാമം മഹത്വപ്പെടണം, അവിടുത്തെ തിരുവെട്ടമെന്നിൽ നടക്കണം. അങ്ങനെ തമ്പുരാന്റെ കരം പിടിച്ചുകൊണ്ട് കർത്താവിന്റെ മക്കള് മുന്നോട്ട് പോകണം. പ്രിയമുള്ളവർ, ഇന്ന് നമുക്കില്ലാതെ പോകുന്ന കുടുംബ ജീവിതങ്ങളെ തകർച്ച, അതുപോലെ തന്നെ നമ്മുടെ ഓരോ ജീവിതാവസ്ഥകളിൽ, സമർപ്പണ ജീവിതമാണെങ്കിലും പൗരോഹിത്യമാണെങ്കിലും ഒക്കെ കർത്താവ് കൂടെ ഇല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. ചില അവസരങ്ങളിലൊക്കെ ദൈവം നമ്മുടെ കൂടെ ശക്തിയായിട്ട് ദൈവം. അതുകൊണ്ട് എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാണ്.
എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവിടെ പിശാചിന് ഇടമില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന് അതല്ലാത്ത ഒരാത്മാവും അവിടെ പ്രവർത്തിക്കില്ല. ധൈര്യത്തിന്റെ ആത്മാവിനെ, ജീവന്റെ ആത്മാവിനെ, രക്ഷയുടെ ആത്മാവിന്റെ, സമാധാനത്തിന്റെ ആത്മാവിന്റെ ഫലങ്ങളാണ് സ്നേഹവും ആനന്ദവും സമാധാനവും ഒക്കെ. ഇത് നമ്മൾ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് വേണ്ടി കൊടുക്കാം. നഷ്ടപ്പെടുത്തുന്നതിലൂടെ നമ്മൾ കണ്ടെത്തുന്നതാണ് ക്രിസ്തീയ ജീവിതമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷത്തിന്റെ 16-ാം അധ്യായം 25-ാം തിരുവചനം. ഈ വചനത്തെ നമുക്ക് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ജീവിതം നമുക്ക് ആരംഭിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ ശക്തിയുള്ള ജീവന്റെ വചനം ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങൾ തനിച്ചല്ല എന്നും, ഞങ്ങൾ ഓരോരുത്തരും നടക്കുന്ന വഴിയിൽ അങ്ങയുടെ സ്വരം കേട്ട് അങ്ങേക്ക് ഞങ്ങളെ വിട്ടുകൊടുത്തു കഴിയുമ്പോൾ ഞങ്ങളുടെ ജീവിതം മുഴുവൻ മാറിമറിയുമെന്നും, അങ്ങ് കൂടെയുള്ളപ്പോൾ മറ്റൊരു ശക്തിക്കും ഞങ്ങളെ ഭയപ്പെടുത്താനോ അങ്ങിലും തട്ടിയെടുക്കാനോ ഞങ്ങളിലെ ആ കൃപ നഷ്ടപ്പെടുത്താനോ കഴിയില്ല എന്നും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. യേശുവിന്റെ ശക്തിയുള്ള നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കർത്താവേ കേട്ടരുളണമേ. ആമേൻ.